ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഈ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഫോർ ദി ഫൈനാൻഷ്യൽ ഫ്രീഡം. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പാസീവ് ഇൻകം, ദാറ്റ് ഈസ് ദ ഇൻകം ഇൻ വെൻ യുവർ മണി വർക്ക്സ് ഫോർ യു, അതിനാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ആ പാസീവ് ഇൻകം നിങ്ങളെ ഗ്രേറ്റർ ദാൻ യുവർ മന്ത്ലി എക്സ്പെൻസസ് ആകുന്ന സമയത്താണ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് എന്ന് പറയാൻ പറ്റും. സോ ഇത് ട്രേഡിങ്ങിലൂടെ ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ആദ്യം കുറച്ച് 2 മിനിറ്റ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, വാട്ട് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ട്രേഡിങ്, what is really important for a successful investor, എന്താണ് അതിൻ്റെ അകത്ത് സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ഒരു പ്രധാന ക്വാളിറ്റി, ട്രേഡിങ്ങിൻ്റെ പ്രധാന ക്വാളിറ്റി എന്ന് വെച്ചാൽ അത് ദാറ്റ് കംസ് ഫ്രം യുവർ ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോളാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇൻറ്റേർണൽ കൺട്രോൾ, റിസ്ക് മാനേജ്മെൻറ്റ്, അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഈ മാർക്കറ്റ് എന്ന് വെച്ചാൽ എവറി ഡേ മാർക്കറ്റ് ക്രിയേറ്റ് വിക്ടിംസ്. എല്ലാ ട്രേഡിങ്ങും നിങ്ങൾക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിരിക്കില്ല. സോ മാർക്കറ്റ് നീഡ്സ് വിക്ടിംസ്. സംബഡി ഈസ് ഫെയിലിയർ, ദാറ്റ് അനദർ ഗൈ സക്സസ്. സോ അതാണ് മാർക്കറ്റിൽ ഡെയിലി സംഭവിക്കുന്നത്. യുവർ പൊസിഷൻ work against you and the other guy get benefited from the position. സോ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഡു നോട്ട് ക്രിയേറ്റ് വിക്ടിംസ്. മാർക്കറ്റ് അല്ല ഈ വിക്ടിംസിനെ ക്രിയേറ്റ് ചെയ്യും. ഈ നമ്മൾ ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ് ഈ വിക്ടിംസ് ആയിക്കൊടുക്കുന്നത് മാർക്കറ്റിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് മാർക്കറ്റിനെ നിങ്ങളെ വിക്ടിമാണെന്ന് യാതൊരു ആഗ്രഹമില്ല. ആൻഡ് ഈച്ച് ട്രേഡർ, ഓരോ ട്രേഡറും അയാളെ ഇസ് ഓൺ ഡെസ്റ്റിനി അയാളെ കയ്യിലാണ്. മാർക്കറ്റിൻ്റെ കയ്യിലല്ല നിങ്ങളുടെ ഡെസ്റ്റിനി ഉള്ളത്, നിങ്ങളുടെ ട്രേഡർ കയ്യിൽ തന്നെ ഡെസ്റ്റിനി ഉള്ളത്. അപ്പോൾ ഈ ഒരു ട്രേഡർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വാളിറ്റി വേണ്ടത് കൺട്രോളിങ് റിസ്ക്. ഹൗ ടു കൺട്രോൾ റിസ്ക്. റിസ്ക് കൺട്രോൾ ചെയ്യാനുള്ള പല മെത്തേഡ്സും മാർക്കറ്റിലുണ്ട്. അതൊന്ന് നിങ്ങളെ പൊസിഷൻ സൈസ് കട്ട് ചെയ്യണം, ഓവർ ട്രേഡിങ്, സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ട് ട്രേഡ് ചെയ്യാം, പിന്നെ പൊസിഷൻ ക്യാരി ചെയ്യുന്ന സമയത്ത് നേക്കഡ് പൊസിഷൻ ക്യാരി ചെയ്യുക. ഇതൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. പോയിൻറ്റ്സ് ഇതൊക്കെ കുറേ സംസാരിക്കാനുണ്ട് ഇതിനെക്കുറിച്ച്. പക്ഷേ ജസ്റ്റ് ടു മെൻഷൻ, നിങ്ങളെ ട്രേഡിങ് അറിയുന്ന എല്ലാവർക്കും ഇത് അറിയായിരിക്കും, പക്ഷേ ഇത് ഞാനൊരു ബിഗിനേഴ്സിന് വേണ്ടി പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാണ്ട് നിങ്ങൾ ട്രേഡിങ്ങിന് പോയി കഴിഞ്ഞാൽ യു ഹാവ് നോ കൺട്രോൾ. നിങ്ങളൊരു കാർ ഓടിക്കുമ്പോൾ അതിന് ബ്രേക്ക് ഇല്ലാതെ ഒരു കാർ ഓടിച്ചിട്ട് നിങ്ങളൊരു, നമ്മളെന്താ പറയുക, ഈ വയനാട് ചുരത്തുനിന്ന് ഇറങ്ങി താഴ്ത്ത് വരുമ്പോൾ നിങ്ങൾ കാറിനൊരു ബ്രേക്ക് ഇല്ലാണ്ട് ഓടിക്കുന്ന പോലെയാണ് നിങ്ങളൊരു സ്റ്റോപ്പ് ലോസോ ഇല്ലാണ്ട് ഒരു ട്രേഡിന് നിങ്ങൾ ഇറങ്ങുന്നത്. പിന്നെ ഓരോ ദിവസം ട്രേഡ് എന്ന് വെച്ചാൽ ഓരോ ദിവസം മാർക്കറ്റും ഓരോ വേവ്സാണ്. ആ വേവ്സിന് നിങ്ങൾക്ക് എല്ലാ വേവ്സിലും സ്വിം ചെയ്യാൻ ഒരാൾക്ക് സാധിക്കില്ല. ചില വേവ്സിൽ യു ഹാവ് ടു ജസ്റ്റ് ഓൺ ദ വേവ്സ്, യു കനോട്ട് സ്വിം ദാറ്റ് വേവ്സ്. ഇന്നത്തെ മാർക്കറ്റ് കണ്ട് ലാസ്റ്റ് അവർ ബിഗ് ഹാൻഡ്സിൻ്റെ കയ്യിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായത്. ലാസ്റ്റ് മൊമെൻറ്റിൽ അവരെവിടെ കൊണ്ടുപോയി മാർക്കറ്റ് 24,000 മുകളിൽ മാർക്കറ്റ് കൊണ്ടുപോയില്ലേ. അപ്പോൾ അവർ 24,100 എല്ലാ കോൾ റൈറ്റേഴ്സിനെയും കിക്ക് ചെയ്ത് ഔട്ടാക്കി. ആൻഡ് ദേ ടേക്ക് ദ മാർക്കറ്റ് അപ്പ്. സോ അത് മാർക്കറ്റിലുള്ള ഒരു റിസ്കിനെ ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണണം. സോ ദ റിസ്ക് കൺട്രോൾ മെഷേഴ്സാണ് ഉണ്ടത്. പിന്നെ ഈ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർ, മിക്കവാറും ആൾക്കാർ ഇൻട്രാഡേ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഹൈലി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ആണ്. ഈ ഹൈലി സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് സക്സസ്ഫുൾ റേറ്റ് എന്ന് വെച്ചാൽ അത് 35 to 50% അതിന് സക്സസ്ഫുൾ ആയിട്ടുള്ള റേഷ്യോ. അതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സക്സസ്ഫുൾ ട്രേഡ്, പ്രോഫിറ്റബിൾ ട്രേഡ് ഫാർ എക്സീഡ് ദാൻ ദ സൈസ് ഓഫ് ദ ലോസസ്. ദിസ് റിക്വയർസ് ട്രമെൻഡസ് ഇൻറ്റേർണൽ കൺട്രോൾ. നിങ്ങൾ ലോസുള്ള ട്രേഡ്, പ്രോഫിറ്റുള്ള ട്രേഡ് നോക്കിയാൽ പ്രോഫിറ്റുള്ള ട്രേഡിൽ അവർ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കും. അവിടെയാണ് അവരെ സക്സസ് ആ പൊസിഷൻ്റെ.
സോ ഇൻട്രാഡേ ട്രേഡിങ്ങിനുള്ളൊരു മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഫെയിൽ ഇൻ ഇൻട്രാഡേ ട്രേഡിംഗ് ഇത് ഹൈലി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ്. യു ഡോണ്ട് നോ വിച്ച് സൈഡ് ദ മാർക്കറ്റ് ഗോസ്. ദർ ഈസ് നോ കൺട്രോൾ ഓവർ. അതാണ് അതിൻ്റെ വേറത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് what I want to discuss is that most of the successful investors, most of the successful traders, ഞാൻ കാണുന്നത് they are mostly contrarians. They do what everyone else is afraid to do. നമ്മളെ പോലെയല്ല അവർ ചിന്തിക്കുന്നത്. They are all really thinking differently. എല്ലാവരും ഒരേപോലെ മാർക്കറ്റിൽ ചിന്തിക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങളെടുക്കുന്ന ട്രേഡിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് വേറെ ആൾ ചിന്തിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സെല് ചെയ്യാനോ ബൈ ചെയ്യാനോ പറ്റും. സോ സക്സസ്ഫുൾ ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് അവരെപ്പം കോൺട്രറിയൻ ട്രേഡേഴ്സ് ആയിരിക്കും. സോ ദേ ബൈ വെൻ എവറി വൺ എൽസ് അഫ്രൈഡ്. ആ സമയത്താണ് ഇവർ വാങ്ങിക്കുകയും ചെയ്യുക. ആൻഡ് ദേ സെൽ വെൻ എവറി വൺ എൽസ് ഗ്രീഡി. ഇപ്പോഴത്തെ മാർക്കറ്റിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഈ പമ്പ് ആൻഡ് ഡംപ് എന്നുള്ള ഇപ്പോഴത്തെ കുറേ മ്യൂച്വൽ ഫണ്ടൊക്കെ ഇപ്പോൾ പമ്പ് ആൻഡ് ഡംപ് ചെയ്യുന്നതുകൊണ്ട് സെബി ഇന്ന് വലിയ ടി വി ആങ്കേഴ്സിനൊക്കെ റെയ്ഡ് ചെയ്ത കാര്യം നിങ്ങൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ടാകുന്നിരിക്കുന്നു. സോ അങ്ങനെയുള്ളൊരു പമ്പ് ആൻഡ് ഡംപ് മാർക്കറ്റിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് വളരെ വളരെ കോഷ്യസ് ആയിട്ട് വാങ്ങിക്കാനേ പറ്റും. പിന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകാർ വലിയ പൈസ മാർക്കറ്റിൽ, ഇപ്പം മ്യൂച്വൽ ഫണ്ടുകാർ മാർക്കറ്റിൽ പമ്പ് ആൻഡ് ഡംപ് പോളിസിയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരാളെ പിടിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇറ്റ്സ് എ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. അധികം ആൾക്കാരും ഇതൊക്കെ ചെയ്യുന്ന തന്നെയാണ്. പക്ഷേ ഇന്നലെ എനിക്കറിയാം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അതെല്ലാം മാർക്കറ്റ് ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് വലിയൊരു റോക്ക് സ്റ്റാർ പോലത്തെ ഒരു ആൾ ഡെയിലി വന്ന് ഭവിഷ്യവാണി പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെയും ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ അയാളെയും നിങ്ങൾക്ക് ന്യൂസ് കണ്ടറിയാം, സെബി എന്തോ ഇൻവെസ്റ്റിഗേഷന് വിട്ടിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഈ ഭവിഷ്യവാണി പറയുന്ന ആൾക്കാരോ വർത്തമാനം കെട്ടി നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കാൻ വെച്ചാൽ അവർ ചെയ്യുന്നത്, അവർ ആ സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ആര് ബുക്ക് ചെയ്യുന്നു. അപ്പോൾ അവരതിൻ്റെ അകത്ത് പൈസ എടുത്ത് എക്സിറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ വാങ്ങിച്ച സ്റ്റോക്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സിറ്റ് എവിടെയാണ് കിട്ടുക? അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ആ പ്രൈസ് വരണം, അതാണ് അതിൻ്റെ പ്രയാസം. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കോൺട്രറിയൻ മൈൻഡ് ഉണ്ടെങ്കിൽ ഏറെക്കുറേയൊക്കെ റിസ്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഡെവലപ്പിംഗ് സക്സസ്ഫുൾ ട്രേഡിംഗ് സൈക്കോളജി, മണി മാനേജ്മെൻറ്റ്. ഈ രണ്ട് കാര്യം നിങ്ങൾ വളരെ ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ചിട്ട്. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ പറയുന്നത്, ഇന്നലെ ഞാനൊരു റൂട്ട് മൊബൈൽ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിന് കുറേ ബയസ് കണ്ടു. പ്രൈസ് വളരെ ഹൈ ആണ്. ഇപ്പോൾ റൂട്ട് മൊബൈൽ എടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ വലിയൊരു പ്രൈസാണ് കാണുന്നത്. ഞാൻ റൂട്ട് മൊബൈലിൻ്റെ നോക്കുകയെന്ന് വെച്ചാൽ പക്ഷേ ഇന്നത് ചെയ്തിട്ടുണ്ട് റൂട്ട് മൊബൈൽ. പിന്നെ ഇത് നിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ, നിഫ്റ്റി ട്രേഡിങ് സംവെയർ അറൗണ്ട് ഇന്നിപ്പം 24,000 പോയിൻറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. 24,044 ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ലാസ്റ്റ് മിനിറ്റിൽ അതിന് IT സ്റ്റോക്സൊക്കെ വളരെ സപ്പോർട്ട് ചെയ്ത് കണ്ടു. ഞാൻ ഈ HCL, TCS ഇതുപോലത്തെ ഇൻഫോസിസ് ഇന്നെന്തോ ഇൻറ്റേർണൽ ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ ക്ലിയർ ചെയ്തിട്ട് ഇൻഫോസിസ് വലിയൊരു ജമ്പ് കാണിച്ചു. ലാസ്റ്റ് മൊമെൻറ്റിൽ IT സ്റ്റോക്സൊക്കെ വലിയ മൂവ് ചെയ്തിരുന്നു. പിന്നെ മൂവ് ചെയ്ത സ്റ്റോക്സുകളൊക്കെ ഞാൻ കണ്ടത് ഞാൻ ഇന്നലെ സിമെൻറ്റ് സ്റ്റോക്സിനെ കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ആ സിമെൻറ്റ് സ്റ്റോക്സ് നന്നായിട്ട് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. സിമെൻറ്റ് ആയാലും എസ്പെഷ്യലി അൾട്രാടെക്, ഇന്ത്യ സിമെൻറ്റ്സ് ഒക്കെ ഐ വോണ്ട് റെക്കമെൻഡ്. ഇതൊന്നും റെക്കമെൻഡേഷൻ അല്ല, ഞാനൊരു സ്റ്റഡി ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ സിമെൻറ്റ് സ്റ്റോക്സ് ഞാൻ കുറച്ചേ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സിമെൻറ്റ് സ്റ്റോക്സ് ആർ ഡൂയിങ് വെരി വെൽ. സിമെൻറ്റ്, ടെലികോം സ്റ്റോക്സ് ദേ ആർ ഡൂയിങ്. ഇനിയുള്ള കാലങ്ങളിൽ ഈ രണ്ട് സെക്ടർ നന്നായി ചെയ്യുന്നത് നോക്കുക. അതുപോലെ ഒരു സ്റ്റോക്കാണ് ഞാൻ കണ്ട ഇൻഡസ് ടവർ. അതൊരു ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറുള്ള ഒരു സ്റ്റോക്കാണ്. ഈ ടവർ ബിസിനസ് കൂടുതലുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് ടവർ. പക്ഷേ അതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പം ഓൾമോസ്റ്റ് 52 വീക്ക് അതിലുള്ളത്, 365 അതിൻ്റെ കറണ്ട് അസറ്റ് നോക്കാൻ ചില 10,000 കോടി, ലയബിലിറ്റീസും 10,000 കോടി കാണുന്നത്. ഞാൻ ഈ സ്റ്റോക്ക് നിങ്ങളോട് ബൈ ചെയ്യാനൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ ചിലപ്പോൾ ഈ സ്റ്റോക്ക്
നാളെ കയറി എന്നൊക്കെ വരും. പക്ഷേ സ്റ്റോക്ക് പി നോക്കുകയെന്ന് വെച്ചാൽ കുറച്ച് കുറവാണ്. പക്ഷേ കറണ്ട് അസറ്റ് നോക്കുകയെന്ന് വെച്ചാലും ലയബിലിറ്റി നോക്കുക ഞാൻ സെയിം ആണ്. പിന്നെ അതിൻ്റെ വലിയൊരു പ്രോഫിറ്റബിലിറ്റി നോക്കുക വെച്ചാൽ കാണിക്കുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി 50% കാണിക്കുന്നുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി അതിന് കാണിക്കുന്നുണ്ട്. 25% റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊടുത്തിട്ടുണ്ട്. ഇൻ ദാറ്റ് പാരാമീറ്റേഴ്സ് ഐ തിങ്ക് അത് ബൈ എന്ന് വെച്ചാൽ ബൈ ആണ്. പക്ഷേ ഇത് പ്രൈസ് മാർജിൻ ഓഫ് സേഫ്റ്റി ഐ എം നോട്ട് കംഫർട്ടബിൾ in buying that stocks. And market cap to sale നോക്കുക 3.44. It is quite high നിരക്കുന്നു. കാരണം നിങ്ങൾ നോക്കും, മാർക്കറ്റ് ക്യാപ്പ് 98,000 കോടിയും കമ്പനിയുടെ അസറ്റ് 10,000 കോടിയും. ദാറ്റ് മീൻസ് ദ വാല്യൂഷൻ, ബഫറ്റിൻ്റെ ഭാഷയെ പറഞ്ഞാൽ അതൊരു വാല്യൂഷൻ വൈസ് ഇൻട്രൻസിക് വാല്യൂ നോക്കുക വെച്ചാൽ വളരെ ഹൈ ആയിട്ടായിരിക്കും. പക്ഷേ ആ സ്റ്റോക്ക് ഇസ് ഡൂയിങ് വെൽ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ വെക്കുക ആ സ്റ്റോക്ക്. പിന്നെ ഒരു സ്റ്റോക്ക് ഞാൻ കണ്ടത് ആർക്കിയൻ കെമിക്കൽസ് ഇൻഡസ്ട്രീസ്. ഈ ആർക്കിയൻ കെമിക്കൽസ് എന്ന് വെച്ചാൽ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ബ്രോമൈഡാണ്. ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ്. അത് മെറൈൻ കെമിക്കൽസ് മാനുഫാക്ചറാണ്. ഇന്ത്യയിൽ അത് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ആ കമ്പനി എനിക്ക് നല്ല കമ്പനിയായി തോന്നുന്നു. കാരണം അതിൻ്റെ കറണ്ട് അസറ്റ് 366 കോടിയും സെയിൽസ് ഗ്രോത്ത് നോക്കുകയെന്ന് വെച്ചാൽ 21%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 19.4%, ഇൻഡസ്ട്രി പി നോക്കിയാൽ 40 ആണ്, സ്റ്റോക്ക് പി ഓൺലി 26 ആണ്. സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ സ്റ്റോക്കിൻ്റെ ലെവൽ പറയാമെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് കം സംവെയർ അറൗണ്ട് 500 റുപ്പീസ്. ആ റേഞ്ചിലൊക്കെ നല്ലൊരു ബൈ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. എനിവേ ദിസ് ഈസ് നോട്ട് എ ബൈ റെക്കമെൻഡേഷൻ. എൻ്റെ വ്യൂ ആണ്. നിങ്ങളുടെ വ്യൂ, ഇറ്റ് ഈസ് യുവർ വ്യൂ. മൈ വ്യൂ ഈസ് ഓൾമോസ്റ്റ് അറൗണ്ട് 500 ഈസ് എ ഗുഡ് ബൈ ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഞാൻ കണ്ടൊരു നല്ല സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഇൻഡസ് ടവേഴ്സ്. ദിസ് വൺ JSW ഇൻഫ്രാസ്ട്രക്ചർ. JSW ഇൻഫ്രാസ്ട്രക്ചർ ഈസ് JSW ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ്. വെരി സ്ട്രോങ് കമ്പനി JSW ഇൻഫ്രാസ്ട്രക്ചർ. ഈ കമ്പനിയും നിങ്ങൾക്ക് ഒരു വാച്ച് ലിസ്റ്റ് വെക്കാൻ പറ്റുന്ന കമ്പനി ആയിരിക്കും. ഇന്ന് ഞാൻ നിഫ്റ്റിയുടെ ഒരു ട്രേഡ് രാവിലെ തന്നിരുന്നു. 24,000 കോളും 24,000 പുട്ടും. 24,000 കോൾ ഇന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന. കാരണം ഞാൻ അടുത്ത ആഴ്ചക്ക് പറഞ്ഞാണ്. സോ നമുക്ക് നാളെ കാണാം. നാളെ ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷൻ പറയുന്നുണ്ട്. ആ സ്ട്രാറ്റജി ഉണ്ട്. 24,000 രണ്ടും 24 ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നാളെ അതിനെക്കുറിച്ചിട്ട് കാണാം. ആ നിഫ്റ്റിയിൽ എങ്ങനെ ട്രേഡ് ചെയ്യും. കാരണം ഇന്ന് ക്ലോസിംഗ് ആയിരുന്നു. ഇന്ന് ക്ലോസിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ലാസ്റ്റ് ഒന്നാമത് ഞാൻ ഈ ക്ലോസിംഗ് ഡേയിൽ ആരെയും ട്രേഡ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ക്ലോസിംഗ് ഡേയിൽ വളരെ എക്സ്പേർട്ട് ഹാൻഡ്സിന് ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ്. അന്ന് നമ്മളെപ്പോലെയുള്ള എന്താ പറയുക, സാധാരണ നോർമൽ ട്രേഡേഴ്സിനൊന്നും ബിഗ് ഹാൻഡ്സായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവർ എടുക്കുന്ന മൂവ് അല്ലാത്തൊരു മൂവായിരിക്കും. സോ എന്തായാലും 24,044 ഞാൻ കാണുന്നതിന് ഈ സീരീസിൽ അടുത്ത മാസം തൊട്ട് 24,000 ബേസ് ആയിരിക്കും. 24,000 പുട്ട് റൈറ്റേഴ്സിൻ്റെ കൂടുതൽ. അപ്പോൾ 24,000 ബേസ് ചെയ്ത് അതിൻ്റെ മുകളിൽ മാർക്കറ്റ് കയറണമെങ്കിൽ റിലയൻസും കയറാണ്ട് പറ്റില്ല. റിലയൻസിൽ നിന്ന് വല്ലാണ്ട് സപ്പോർട്ട്. റിലയൻസ് 3,000 മുകളിൽ പോയി. പിന്നെ റിലയൻസിൻ്റെ പ്രൈസ് 3,000 ആവൂ. അഡാനി എങ്ങനെയാണ് അഡാനി ഗ്രൂപ്പ്സ് ചെയ്യുന്നതൊക്കെ. നാളെ ഇപ്പോൾ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ അഗെയിൻ ഞാൻ ട്രേഡിങ് അഡ്വൈസ് ചെയ്യാത്തൊരു ദിവസമാണ്. നെക്സ്റ്റ് മൺഡേ തൊട്ടിട്ട് വിൽ സീ ഹൗ ദ മാർക്കറ്റ് ഈസ് ഗോയിങ്. പക്ഷേ ഐ തിങ്ക് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ്, വളരെ സ്ട്രോങ് മൊമെൻറ്റാണ് കാണുന്നത്. എവറി ഡിപ്പിൽ ആൾക്കാർ ബൈയാണ് കാണുന്നത്. സെല്ലേഴ്സിനൊക്കെ എല്ലാം കിക്ക് ചെയ്യുന്ന കാണുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണുന്നത് മാർക്കറ്റ് ഷാർപ്പ് കറക്ഷൻ ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് ഇസ് ഗോയിങ്. ഷാർപ്പ് കറക്ഷൻ ഇമ്മീഡിയറ്റ്ലി ഗോയിങ്. സോ ട്രേഡേഴ്സിനെ സംബന്ധിച്ചോളം ബോത്ത് വേ ഇറ്റ് ഈസ് ദേ ആർ ചോപ്പിങ് യു. സോ അതാണ് ഞാൻ മാർക്കറ്റിൽ കാണുന്ന കാര്യം. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ രാവിലെ ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ നിഫ്റ്റിൻ്റെ ഇന്നത്തെ ട്രേഡിന് നിങ്ങളെല്ലാവരും ഞാൻ ഇരിക്കുന്ന ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ സീ ടുമോറോ മാർക്കറ്റ് ആൻഡ് വിൽ അപ്ഡേറ്റ് യു വാട്ട് ടു ഡു. സോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നാളെ വെള്ളിയാഴ്ചയോട് നാളെ തന്നെ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.